നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, പഠിക്കേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താധി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. നോക്കിക്കേ, എത്ര സോഫ്റ്റായിട്ട് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുന്നത് സൃഷ്ടാവാം ദൈവമേ. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ താലോലിച്ചൊക്കെ വിളിക്കത്തില്ലേ, ഭയങ്കര സ്നേഹത്തോടെ പൊന്നു മോനെ, ചക്കര മോനെ എന്നൊക്കെ വിളിക്കത്തില്ലേ. എനിക്ക് ഈ പാട്ട് പാടുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഞാനപ്പോൾ ചോദിച്ചു, നിനക്ക് എങ്ങനെ കഴിഞ്ഞു? കാരണം നിന്റെ ജനനത്തിങ്കിൽ ഒരു നല്ല സൃഷ്ടിയായിരുന്നില്ല നിനക്കുണ്ടായിരുന്നത്. തൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ താൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട്, അനേകർ തന്നെ നിന്ദിച്ചിട്ടുണ്ട്. ഒരു പാസ്റ്ററിൻ്റെ മകനായിരുന്നു താൻ. അതുകൊണ്ട് ആ പരിസരത്തുള്ള അവിശ്വാസികളായ വ്യക്തികളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ ഒരു ഭീകരജീവി, ഒരു വിചിത്ര ജീവി ഉണ്ടായിരിക്കുന്നു, അതിനെ ഒന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് നിന്ദയുടെ പരിഹാസത്തിൻ്റെ നടുവിൽ വളർന്നു വന്ന് ഈ കുഞ്ഞിനെ എങ്ങനെ എഴുതാൻ കഴിഞ്ഞപ്പോൾ ഞാനോട് ചോദിച്ചു, എങ്ങനെ നിനക്കിത് പറ്റി? താൻ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞാച്ചാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായപ്പോൾ, നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായ കാൽവറിയിൽ യാഗമായപ്പോൾ അവനെക്കുറിച്ചൊരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് താൻ വളരെ സ്നേഹത്തോടെ എന്നോട് പറയുക, എൻ്റെ അച്ചായൻ്റെയൊക്കെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി കർത്താവ് യാഗമായപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വിരൂപമായതിൻ്റെ 1% പോലും ഈ ശരീരത്തിനകത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തീർത്താൽ ഇതൊന്നും പോരാ, ഞാൻ ഇനിയും എഴുതും, ഞാൻ ഇനിയും ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു സാധാരണക്കാരനായ വ്യക്തിയാണെന്ന്? ആമേൻ. നിങ്ങളൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ട് പഴിക്കപ്പെട്ട്, അല്ലെങ്കിൽ നിനക്ക് വലിയ കഴിവില്ല, നിനക്കൊരു സൗന്ദര്യമില്ല, നീ മാറി നിൽക്ക്, അങ്ങനെയൊക്കെയുള്ള നിന്ദകളിലൂടെ കടന്നു വന്നിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ നടുവിലിരിക്കുന്നതെങ്കിലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് സന്തോഷമുണ്ട് ആ ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത്. ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ നല്ലതുപോലെ സന്തോഷത്തോടെ. നിങ്ങളൊക്കെ നല്ല ചെറുപ്പക്കാരല്ലേ, നല്ല കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും പോയാൽ പറയാം, നമ്മൾ ഇടിച്ച് പൊളിച്ച് എനിക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ചിരിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ യേശുവിനെ ഇഷ്ടമാണ്. നല്ല സ്നേഹത്തോടെന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ യേശുവിനെ ഇഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ പിശാച് മാറിപ്പോയിക്കോളും, പിശാച് ഇവിടുന്ന് പോയിക്കോളും. കാരണം യേശുവിന് ഇഷ്ടമുള്ളവരടുത്തൊന്നും പുള്ളിക്ക് വരാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആ പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടാൻ പോവുകയാണ്. എല്ലാവരും പാടണം. ഹല്ലേലൂയ. ഇത് അറിയാൻ വയ്യാത്തവരാണെങ്കിലും ഞങ്ങളോട് ഒരുമിച്ച് പാടുക. നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ആരംഭം തന്നെ ദൈവത്തോട് പറയുക, എൻ്റെ സൃഷ്ടാവിനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും. സന്തോഷമുണ്ട് അതിനകത്ത്. അക്കാരങ്ങളെ തട്ടി ഒരുമിച്ച് എല്ലാ കരങ്ങളും. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെ നോക്കി പാടിക്കും, അവനെന്റെ രക്ഷയും എൻ്റെ എല്ലാ ശബ്ദത്തെയും ഉയർത്തി ഒരുമിച്ച്, അവനെന്റെ ശബ്ദം ഉയർത്തി, അവനെന്റെ രക്ഷയും എൻ്റെ ആശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചു. കാര്യങ്ങളെ തട്ടിന്ന് പാടിക്കേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീരാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി
നിൻഹിതം ശബ്ദമുയർത്തി പോകേണ്ട വഴി എന്നെ കാണിക്കും. ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കും. നിൻഹിതം പോലെ നിൻഹിതം പോകേണ്ട വഴി എന്നെ കാണിക്കാൻ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചു. ശബ്ദമുയർത്തി ഒരുമിച്ച്. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചു. ഒരിക്കൽ കൂടി. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, ആ വാക്കുകളുണ്ടല്ലോ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ആ വാക്ക് ഒരുമിച്ചൊന്ന് പാടിക്കേ. നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. ഹല്ലേലൂയ. അക്കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ആമേൻ. ഇന്ന് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ദൈവമേ നിന്റെ ഹിതം പോലെ നീ എന്നെ നടത്തണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ കർത്താവിനെ സ്തുതിക്കുന്നതിനകത്ത്? ഹല്ലേലൂയ. എനിക്കിവിടെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറച്ച് നാളുകളായിട്ട് അപ്പച്ചന്മാരുടെ ഇടയിൽ മാത്രമായിട്ട് കുറച്ച് നാൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് യൂത്തിൻ്റെ ഇടയിലേക്ക് ഒന്ന് വന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അകത്തെ ചെറുപ്പമൊക്കെ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. അന്ന് വെച്ച് ഞാൻ വലിയ പ്രായമുള്ള മനുഷ്യനൊന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. ഞാനും വളരെ ചെറുപ്പമാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയത്തില്ലേ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ പാടുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ആരാധന കൊതിയനാണെന്ന്. ഒരിക്കലുമല്ല. ദൈവം ആരാധന കൊതിയനൊന്നുമല്ല. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ വ്യക്തിയാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവായ ദൈവമല്ലാതെ മറ്റാരുമില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു, നിങ്ങളിൽ പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടോ എന്ന്. പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനകത്തിരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ മുഖത്ത് നോക്കി ഒന്നോ രണ്ടോ വാക്കൊക്കെ പാടുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിനകത്തൊരു സംഭവം ഉണ്ടായി. എൻ്റെ 3 വയസ്സുള്ള എൻ്റെ മോള്, അവൾ രാവിലെ ഞാൻ എൻ്റെ വൈഫോട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൊച്ചു ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പപ്പ ഞാനൊരു പാട്ട് എഴുതി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പോലും മര്യാദയ്ക്ക് 2 പാട്ട് തികച്ച് എഴുതിയിട്ടില്ല. എൻ്റെ മോള് വന്നിട്ട് പറയുക, 3 വയസ്സുള്ള കൊച്ചു പറയുക ഞാനൊരു പാട്ട് എഴുതിയെന്ന്. എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. ഞാൻ പറഞ്ഞു, മോനൊന്ന് പാടി കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് നല്ല സന്തോഷത്തോടെ പാടുക, പപ്പയുടെ മോളല്ല കേട്ടോ, പപ്പയുടെ ചങ്കാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഇത് കേട്ട് ഞാൻ തകർന്നു പോയി. സത്യം പറഞ്ഞാൽ വലിയ സാഹിത്യമൊന്നുമല്ല കുഞ്ഞു വന്ന് പാടിയത്. അഖിലാണ്ടത്തിൻ്റെ ഉടവനായ എൻ്റെ പപ്പ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പകരം വന്നിട്ട് പറയാ, ഞാൻ പപ്പയുടെ മോളല്ല, പകരം പപ്പയുടെ ചങ്കാണെന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ ചങ്കങ്ങ് അലിഞ്ഞ് ഒഴുകി ആകെ വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ കുഞ്ഞിനെ പെട്ടെന്ന് പൊക്കി അങ്ങ് എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു.
അത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി അങ്ങ് ഫോമായി. പിന്നെ നിർത്താതെ പാടുക. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, 2 or 3 പേർ തന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. യേശു ഇവിടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്ന നിഷ്കളങ്കതയിൽ നിന്നുകൊണ്ട്, പഠിച്ച ചില വാക്കുകളല്ല, പകരം നമ്മുടെ കഴിവിൽ നിന്ന് ചിലത് എടുത്തുകൊണ്ടല്ല, പകരം നമ്മുടെ പൂർണ്ണ സ്നേഹത്തിൽ നിന്നുകൊണ്ട്, നിഷ്കളങ്കതയിൽ നിന്നുകൊണ്ട് ആ യേശുവിനെ നോക്കി, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഒരു കൊച്ചു വാക്ക് പറഞ്ഞാൽ മതി, ആ കർത്താവ് നമ്മെ ഒന്ന് വാരിയെടുത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു പകലായത് മാറുകയാണ്. ഹല്ലേലൂയ. പല കുറ്റങ്ങളിലും പല കുറ്റബോധങ്ങളിലും തകർന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, പക്ഷെ നിങ്ങളുടെ അകത്ത് നീറുന്ന നിരാശയുണ്ട്. എന്നാൽ യേശുവിനെ സ്നേഹിക്കുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം കർത്താവ് നിന്നെ പൂർണ്ണമായി മാറ്റുന്ന ദിവസമായി മാറുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ യൗവനം, നമ്മുടെ ഈ ബാല്യം, അത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. നല്ലതുപോലെ ആ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാരണവശാലും യേശുവിനെ വിട്ട് മാറരുത്. ആമേൻ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ വ്യക്തിക്ക് കയ്യൊന്ന് കൊടുത്തേ, എന്നിട്ട് പറഞ്ഞു യേശുവിനെ വിട്ട് മാറരുത്. നല്ല സ്നേഹത്തോടെ പറയട്ടെ, യേശുവിനെ വിട്ട് മാറരുത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളൊരു ഹിന്ദി ഗാനം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്, നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു തമിഴ് ഗാനം പാടും. അത് കഴിയുമ്പോൾ നമ്മുടെ സമയം കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെഷനിൽ നമ്മൾ പാടത്തുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ കേട്ടിരിക്കരുത്, കണ്ടിരിക്കരുത്, പകരം നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ കരങ്ങളും തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ കരങ്ങളും തട്ടി. സോറി, ഇത് ഹിന്ദി സോങ് അല്ല, ഒരു തമിഴ് സോങ് ആണ്. ഒരു തമിഴ് സോങ് നമ്മൾ പാടാൻ പോകുന്നത്. ഒരുമിച്ച് കരങ്ങളെ തട്ടി. இந்த நாமத்தில் ஜெயமுண்டு, இந்த நாமத்தில் சுகமுண்டு, இந்த நாமத்தில் வல்லமையுண்டு, இந்த நாமம் மேலானது. இந்த நாமத்தில் ஜெயமுண்டு, இந்த நாமத்தில் சுகமுண்டு, இந்த நாமத்தில் வல்லமையுண்டு, இந்த நாமம் மேலானது. இந்த நாமம் போல வேற நாமம் இல்லையே, இயேசுவின் நாமம் இது. இந்த நாமம் சொன்னால் பயம் விலகிடுமே, இயேசுவின் நாமம் இது. இயேசுவின் நாமம் மேலான நாமம், இயேசுவின் நாமம் மேலான நாமம். ഒരുമിച്ച് പാടിക്കേ. இயேசுவின் நாமம் மேலான நாமம், இயேசுவின் நாமம் மேலான நாமம். இந்த நாமத்தில் ஜெயமுண்டு, இந்த நாமத்தில் சுகமுண்டு, இந்த நாமத்தில் வல்லமையுண்டு, இந்த நாமம் மேலானது. இந்த நாமத்தில் ஜெயமுண்டு, இந்த நாமத்தில் சுகமுண்டு, இந்த நாமத்தில் வல்லமையுண்டு, இந்த நாமம் மேலானது. இந்த நாமம் போல வேற நாமம் இல்லையே, இயேசுவின் நாமம் இது. இந்த நாமம் சொன்ன பயம் விலகிடுமே, இயேசுவின் நாமம் இது. இயேசுவின் நாமம் பாடி மேலான நாமம், இயேசுவின் நாமம் மேலான நாமம். ഒരുമിച്ച് இயேசுவின் நாமம் மேலான நாமம். Once again இயேசுவின் நாமம் ശബ്ദമുയർത്തി മേലാന നാമം. ഒരിക്കൽ കൂടി യേശുവിൻ നാമം മേലാന നാമം. ഓ യേശുവിൻ നാമം മേലാന നാമം. ആ വാക്കൊന്ന് പറയുമോ? இந்த നാമത്തിൽ ജയമുണ്ട്, இந்த നാമത്തിൽ സുഖമുണ്ട്, இந்த നാമത്തിൽ ജയമുണ്ട്. നല്ല ശബ്ദത്തിലെന്ന് പറഞ്ഞു. இந்த നാമത്തിൽ ജയമുണ്ട്, இந்த നാമത്തിൽ സുഖമുണ്ട്, இந்த നാമത്തിൽ വല്ലമയുണ്ട്, இந்த നാമം മേലാനത്. വളരെ സിമ്പിളാണ്. ആമേൻ. ഹല്ലേലൂയ. ഇഷ്ടമായ പാട്ട് ഇഷ്ടപ്പെട്ടോ? ആമേൻ. ഒരിക്കൽ കൂടെ പറഞ്ഞു. இந்த നാമത്തിൽ ജയമുണ്ട്, இந்த നാമത്തിൽ സുഖമുണ്ട്, இந்த നാമത്തിൽ വല്ലമയുണ്ട്, இந்த നാമം മേലാനത്.
ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പാടുമോ? ഇന്ന നാമത്തിൽ ഇന്ന നാമത്തിൽ ജയമുണ്ട്, ഇന്ന നാമത്തിൽ സുഖമുണ്ട്, ഇന്ന നാമത്തിൽ വല്ലമയുണ്ട്, ഇന്ന നാമം മേലാണത്. ഒരുമിച്ച്. ഇന്ന നാമത്തിൽ ജയമുണ്ട്, ഇന്ന നാമത്തിൽ സുഖമുണ്ട്, ഇന്ന നാമത്തിൽ വല്ലമയുണ്ട്, ഇന്ന നാമം മേലാണത്. இந்த நாமம் போல வேற நாமம் இல்லை, இயேசுவின் நாமம் இது. இந்த நாமம் சொன்னால் பயம் விலகிடுமே, இயேசுவின் நாமம் இது. ഒരുമിച്ച് പാടുക. இந்த நாமத்தில் வேற நாமம் இல்லை, இயேசுவின் நாமம் இது. இந்த நாமத்தில் பயம் விலகிடுமே, இயேசுவின் நாமம் இது. பாடுவோம். இயேசுவின் நாமம் மேலான நாமம், യേശുവിൻ നാമം മേലാന നാമം. ശബ്ദമുയർത്തി. യേശുവിൻ നാമം മേലാന നാമം. ഒരിക്കൽ കൂടെ. യേശുവിൻ നാമം മേലാന നാമം. ഹല്ലേലൂയ. ആമേൻ. ഒരു ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, cheerful heart, it's a good medicine. ആമേൻ. അർത്ഥം മനസ്സിലായോ? സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. എന്ന് പറഞ്ഞ്, സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. അതായത് ദുഃഖം പിടിച്ച് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന ഹൃദയം പ്രത്യേകിച്ച് ഗുണമില്ലാത്തതാണ്. പകരം നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഹൃദയമാണ് ഏറ്റവും നല്ല മരുന്നെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ നല്ലപോലെ ചിരിച്ചേ, ഒരു പ്രാവശ്യം കൂടെ നല്ലതുപോലെ ഒന്ന് ചിരിക്കുക. പ്രൈസ് ഗോഡ്. എന്നിട്ടൊന്ന് പറഞ്ഞേ, സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. അതിന്റെ തമിഴിൽ ഇങ്ങനെ പറയും, മനമകിഴ്ചി. പറഞ്ഞ മനമകിഴ്ചി നല്ല മരുന്ന്. ഞാൻ മനമകിഴ്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല മരുന്ന് എന്ന് പറയണം. ഓക്കെ? എന്ന് പറഞ്ഞ മനമകിഴ്ചി, മനമകിഴ്ചി. നല്ല ശക്തിയോടെന്ന് പറഞ്ഞേ, മനമകിഴ്ചി, മനമകിഴ്ചി. പറഞ്ഞ നല്ല മരുന്ന്. ഒരാവശ്യം, നല്ല മരുന്ന്. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധം. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. പ്രൈസ് ഗോഡ്. കരങ്ങൾ തട്ടി ഒരുമിച്ച് എല്ലാ കരങ്ങളും തട്ടി. ആമേൻ. മനമകിഴ്ചി നല്ല മരുന്ന്, മനമകിഴ്ചി നല്ല മരുന്ന്, മനമകിഴ്ചി. ആ മനമകിഴ്ചി, മനമകിഴ്ചി, മനമകിഴ്ചി. നല്ല ശക്തി, നല്ല ശബ്ദത്തിൽ. ഓക്കെ? അഭിപ്രായി സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഒന്ന് പാടിക്കേ ഒരുമിച്ച്. ആമേൻ. മനമകിഴ്ചി நல்ல மருந்து, மனமகிழ்ச்சி நல்ல மருந்து, மனமகிழ்ச்சி, 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 மனமகிழ்ச்சி. இதயங்கள் மகிழட்டும், முகங்கள் சிரிக்கட்டும். இதயங்கள் மகிழட்டும், முகங்கள் சிரிக்கட்டும். பாடிக்க ഒരുമിച്ച്. இதயங்கள் மகிழட்டும், முகங்கள் சிரிக்கட்டும். இதயங்கள் மகிழட்டும், முகங்கள் சிரிக்கட்டும். கோடி நன்றி பாடி கொண்டாடும், கோடி நன்றி பாடி. ഒരിക്കൽ കൂടെ. கோடி நன்றி பாடி கொண்டாடும், கோடி நன்றி பாடி கொண்டாடும். മനമകിഴ്ചി നല്ല മരുന്ന്, മനമകിഴ്ചി, 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 മനമകിഴ്ചി.
മനമകജേ മനമകജേ കരങ്ങളെ തട്ടി പാടി മനമകജേ മനമകജേ இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் பாடிகே இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி கொண்டாடுவோம் மனமகிழ்ச்சி 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 இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் ഒരുമിച്ച് இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி கொண்டா ഒരുമിച്ച് ഒരിക്കൽ കൂടെ കോടി നന്ദി പാടി കൊണ്ടാടും കോടി നന്ദി പാടി കൊണ്ടാടും இதயங்கள் മകിഴട്டும் മുഖങ്ങൾ സിരിക്കട്டும் இதயங்கள் മകിഴട്டும் മുഖങ്ങൾ സിരിക്കട്டும் കോടി നന്ദി പാടി കൊണ്ടാടും കോടി നന്ദി പാടി കൊണ്ടാടും മനമകിഴ്ചി 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 மகிழ்ச்சி அம்மான மகிழ்ச்சி பாடிகே அம்மான மகிழ்ச்சி ஓ மன மகிழ்ச்சி பாடுவோம் கோடி நன்றி பாடி கொண்டாடுவோம் 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 ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എല്ലാവരും എഴുന്നേറ്റ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആ കരങ്ങൾ തട്ടിക്കേ ഒരുമിച്ച് கோடி நன்றி பாடி கொண்டாடும் கோடி நன்றி பாடி கொண்டாடும் கோடி நன்றி பாடி கொண்டாடும் கோடி நன்றி பாடி கொண்டாடும் மன மகிழ்ச்சி மன மகிழ்ச்சி நல்ல ശബ്ദത്തിൽ ഹല്ലേലൂയ ഈ ക്രിക്കറ്റൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക നല്ലതുപോലെ നല്ലൊരു സിക്സ് സച്ചിനൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമുണ്ട് അമ്മേ ഹല്ലേലൂയ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ അപ്പുറത്തെ വീട്ടുകാർ വരെ ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട് നമ്മുടെ ആ സന്തോഷം കണ്ടിട്ട് ഹല്ലേലൂയ ആ സിക്സ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഹല്ലേലൂയ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും സച്ചിൻ്റെ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പങ്കുചേർന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് സച്ചിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനുമല്ല ലോകത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനല്ല പകരം നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഒരല്പസമയം ചെലവഴിക്കാനാണ് ഹല്ലേലൂയ ആമേൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഓടി വന്നത് സത്യമായിട്ടും തിരുവനന്തപുരത്തുള്ള എനിക്ക് ചെറുപ്പക്കാരെക്കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഞാൻ കൊച്ചിക്കാരനാണ് മാൻ എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ കൊച്ചിക്കാരനാണ് ആഘോഷങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര മുമ്പിലാണ് ആമേൻ ഹല്ലേലൂയ പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുമ്പിലാണ് ഇപ്പോൾ തിരുവനന്തപുരംകാർ
ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തൊരു വാട്ടം കാണരുത്. നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ അവസരമുണ്ട്. ആരും നിങ്ങളുടെ കൈ കയറി പിടിക്കത്തില്ല, കൈയടിക്കരുത് അല്ലെങ്കിൽ അനങ്ങരുതെന്ന് ആരും പറയത്തില്ല. അതുകൊണ്ട് നല്ല സ്നേഹത്തോടെ ആ കൈയൊക്കെ ഒന്ന് വീശി ഒന്ന് കർത്താവിനെ സ്തുതി ചെയ്യും. എല്ലാ കൈയൊക്കെ ഒന്ന് വീശിക്കേ, ചിരിച്ചോണ്ടെന്ന് കൈ ഒന്ന് വീശിക്കേ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തോളത്തൊക്കെ ഒന്ന് കൈയിട്ടേ, അടുത്തിരിക്കുന്ന ആളുടെ തോളത്തൊക്കെ ഒന്ന് കൈയിട്ടേ. എന്നിട്ട് ചോദിച്ചേ, സുഖമാണോടാ മോനെന്ന് ചോദിച്ചേ, നല്ലപോലെ ഒന്ന് ചോദിക്കേ. അതിൻ്റെ പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു കുത്ത കൊടുത്ത, നീ പിന്നെ എന്നാ മിണ്ടായിരിക്കുന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. നമ്മളെ പാടുന്നുണ്ട് മനമകിഴ്ചി. പറഞ്ഞ മനമകിഴ്ചി, സന്തുഷ്ട ഹൃദയം. ദുഷ്ടഹൃദയമല്ല, സന്തുഷ്ട ഹൃദയം. ഹല്ലേലൂയ. നല്ല മരുന്ന്. പറഞ്ഞേ, ഞാൻ പറയുന്നത് മനമകിഴ്ചി. അയ്യോ ഇങ്ങനെ തളർന്ന് പറയില്ലേ പ്ലീസ്. മനമകിഴ്ചി, ഇത് മാത്രം ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ മനമകിഴ്ചി. ഇനി പറഞ്ഞേ മനമകിഴ്ചി. ഈ കൈ രണ്ടും ഇങ്ങനെ ഒന്ന് കാണിച്ചേ. മനമകിഴ്ചി, മനമകിഴ്ചി, നല്ല മരുന്ന്, നല്ല മരുന്ന്. ശരിക്കും പറഞ്ഞു, ശരിക്കും പറഞ്ഞു. ആ കൈ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചേ, ആ തംസപ്പ് ഒന്ന് കാണിച്ചേ. യെസ്, ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞേ മനമകിഴ്ചി, മനമകിഴ്ചി, നല്ല മരുന്ന്. പറഞ്ഞേ നല്ല മരുന്ന്. ഇത് നിങ്ങൾ പറയുമ്പോ തന്നെ ഈ കാലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചേ. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം. നിങ്ങളുടെ ഒരു കാല് ഇപ്പുറത്തേക്ക് ഒന്ന് നീക്കിക്കേ, വലത്തെ കാലൊന്ന് നീക്കിക്കേ, അതിന്റെ കൂടെ ഇടത്തെ കാലം കൂടെ കൊണ്ടുവന്നേ. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഇനി പറഞ്ഞേ മനമകിഴ്ചി, 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 നല്ല മരുന്ന്, മനമകിഴ്ചി. இதயங்கள் മകിഴട്ടും, இதயங்கள் മകിഴട്ടും, മുഖങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ, മുഖങ്ങൾ ചിരിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പാടിക്കേ, ഈ കൈ ഒന്ന് കൂപ്പി പിടിച്ചേ. കോടി നന്ദി പാടി കൊണ്ടാടുவோம், കോടി നന്ദി പാടി. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി പാടി ശക്തിയോടെ കോടി പാടി. മനമകിഴ്ചി, മനമകിഴ്ചി, മനമകിഴ്ചി. നല്ല ശബ്ദത്തിലൊന്ന് പാടിക്കുക. മനമകിഴ്ചി, 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 മനമകിഴ്ചി. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ടൊന്ന് പാടിക്കുക. മനമകിഴ്ചി, മനമകിഴ്ചി. ഹല്ലേലൂയ. സന്തോഷമായോ? ഇനി ആ കൈയൊക്കെ ഒന്ന് വീശിക്കേ, ആമേൻ. ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടിക്കേ. യെസ്, നൃത്തത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. മനമകിഴ്ചി, നല്ല മരുന്ന്, മനമകിഴ്ചി, നല്ല മരുന്ന്. മനമകിഴ്ചി, മനമകിഴ്ചി. ശബ്ദമുയർത്തി നല്ല നല്ല ശക്തിയോ. മനമകിഴ്ചി, 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 മനമകിഴ്ചി. இதயங்கள் மகிழட்டும், മുഖങ്ങൾ ചിരിക്കട്டும், இதயங்கள் மகிழட்டும், മുഖങ്ങൾ ചിരിക്കട്டும். പാടുമോമേ. കോടി നന്ദി പാടി കൊണ്ടാടുவோம், കോടി നന്ദി പാടി കൊണ്ടാടുவோம், കോടി നന്ദി. ശബ്ദമുയർത്തി കോടി പാടി, കോടി നന്ദി പാടി കൊണ്ടാടുவோம்,
കരങ്ങളെ ഒരുമിച്ച് കോടി നന്ദി പാടി കൊണ്ടാടുவோம் கோடி நன்றி பாடி கொண்டாடுவோம் ஓ இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் பாடுவோம் ഒരുമിച്ച് இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் once more இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் ஆமே கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி கொண்டாடுவோம் மனமகிழ்ச்சி 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 இயேசுவின் நாமம் மேலான நாமம் பாடே இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான நாமம் ഒരുമിച്ച് இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான நாமம் ഒരുമിച്ച് പാടിയേ இயேசுவின் நாமம் shout இயேசுவின் நாமம் மேலான நாமம் சந்தோஷத்தோடு இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான நாமம் கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி கொண்டாடுவோம் இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் இதயங்கள் மகிழட்டும் முகங்கள் சிரிக்கட்டும் கோடி நன்றி பாடி கொண்டாடுவோம் கோடி நன்றி பாடி ഒരിക്കൽ കൂടെ കോടി നന്ദി പാടി ചേർന്ന് പാടിയേ ശബ്ദമുയർത്തി കോടി നന്ദി പാടി കൊണ്ടാടുவோம் கோடி நன்றி ஓ இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான கரங்களை தட்டி பாடிக்கே இயேசுவின் நாமம் மேலான நாமம் இயேசுவின் நாமம் மேலான நாமம் ஓ இயேசுவின் நாமம் மேலான நாமம் ஓ यीशु तेरा नाम सबसे ऊंचा है यीशु तेरा नाम सबसे ഒരുമിച്ച് പാടിയേ ആമേൻ यीशु तेरा नाम सबसे ऊंचा है यीशु तेरा नाम सबसे ऊंचा യേശുവിൻ നാമം മേലാന നാമം യേശുവിൻ നാമം മേലാന നാമം യേശുവിൻ നാമം മേലാന നാമം യേശുവിൻ നാമം മേലാന ഓ യേശുവിൻ നാമം മേലാന നാമം യേശുവിൻ നാമം മേലാന ഓ യേശുവിൻ നാമം മേലാന നാമം യേശുവിൻ നാമം മേലാന നാമം കോടി നന്ദി പാടി കൊണ്ടാടുவோம் കോടി നന്ദി പാടി കൊണ്ടാടുவோம் കോടി നന്ദി പാടി കൊണ്ടാടുவோம் കോടി നന്ദി പാടി പാടും ഒരുമിച്ച് കോടി നന്ദി പാടി കൊണ്ടാടുவோம் കോടി നന്ദി പാടി കോടി നന്ദി പാടി കൊണ്ടാടുவோம் കോടി നന്ദി പാടി എല്ലാ കരങ്ങളെയും തടി എല്ലാ കരങ്ങളെയും തടി ആ ദൈവത്തെ സ്തുതിച്ചേ യേശുവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കേ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ
கோடி நன்றி பாடி கொண்டாடுவோம், கோடி நன்றி பாடி கொண்டாடுவோம், கோடி நன்றி பாடி. இயேசுவின் நாமம் மேலான நாமம், 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 இயேசுவின் நாமம் மேலான நாமம்.